ഹലോ, വെൽക്കം ടു തമാം ടോക്ക്. ഞാൻ മുഹമ്മദ് അക്രം. ഞാൻ നസീഫ്. ഈ കുറെ നേരമായാലോ അത് പിടിച്ചു നിൽക്കുന്നത്. ഞാനിങ്ങനെ ഇത് വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിനെക്കാട്ടി മെച്ചം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ? ഇത് വാങ്ങുന്ന റേറ്റിന് ഇത്ര പോലും സംഭവം ഇതിൽ കിട്ടുന്നില്ല. ഇത്ര പോലും ഫെസിലിറ്റീസോ ഫീച്ചേഴ്സോ കിട്ടുന്നില്ല. കോഴ്സ് ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കൊടുക്കുന്ന സംഭവം അതിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പെർഫോമൻസ് വൈസിൽ ബ്രാൻഡ് സ്റ്റാറ്റസ് വേണമെങ്കിൽ നോക്കാം. പക്ഷെ എങ്ങനെ പോയി കഴിഞ്ഞാലും മെജോറിറ്റി എഡിറ്റേഴ്സും എല്ലാവരും യൂസ് ചെയ്യുന്നത് ഐഫോണാണ്. വീഡിയോ എഡിറ്റേഴ്സ് അല്ലേ? ഇതിലൊരു AI നമ്മളെ തേർഡ് പാർട്ടി ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാന്നല്ല ഇപ്പൊ ഒരു വ്യത്യാസമുള്ളൂ. അല്ല, ഇതിൽ AI എന്നാണ്. ഇപ്പൊ AI ഇതിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ആയിട്ട് ആളുകൾ ഒരുപാട് ടെക്കീസ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ AI ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് മൂക്ക് ഉള്ള ഭാഗത്ത് വരച്ചെടുത്താൽ മൂക്ക് തന്നെ വരും. മൊയിലൊന്നും വരുന്ന സിസ്റ്റം എന്തായാലും S25 അൾട്ര അല്ലെങ്കിൽ സാംസങ്ങിന്റെ AI കൊണ്ടുവരുന്നില്ല. പക്ഷെ ഐഫോൺ ഞാൻ പറയുന്നില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഐഫോൺ ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മളിപ്പോ ഞാൻ എടുക്കുന്ന ഒരു കാരണം പറയാം. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഐഫോൺ ഉണ്ടായപ്പോ ഓട്ടോമാറ്റിക്കലി എനിക്ക് പൂതിയൊന്ന് എടുക്കണം. അന്ന് ഞാൻ എടുത്തത് തന്നെ കഴിഞ്ഞാൽ 7+ ആ. അത് സെക്കൻഡ് ഹാൻഡ് ആണ് യൂസ് ചെയ്തത്. പക്ഷെ അത്യാവശ്യം ഞാനത് നല്ല ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പ്രശ്നം എനിക്ക് ഇപ്പൊ ഞാൻ 15 Pro ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഒരൊറ്റ പ്രശ്നം അതിൽ നിന്ന് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അത് ബാറ്ററി ഹെൽത്ത് എന്നുള്ള ഒരു കാര്യത്തിലാണ്. അത് മാത്രമൊന്നുമല്ല, ശരിക്കും ഐഫോണിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്. നമ്മളിപ്പോ ഇത്രയും ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് ഫോൺ എടുത്തു എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഇത് നീഡ് ഉണ്ടായിട്ട് എടുത്തതാണോ, ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് എടുത്തതാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. പലപ്പോഴും ഐഫോൺ എന്ന് പറയുന്നത് ആളുകൾ ഒരു ബ്രാൻഡ് സ്റ്റാറ്റസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലിന്റെ സ്റ്റാറ്റസ് കാണിക്കാൻ, നമ്മുടെ പവർ കാണിക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഷോക്കേസിങ് മെറ്റീരിയൽ കൂടി ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമ്മളെന്തോ ഒരു അച്ചീവ്മെന്റ് ആയിട്ടോ കാണുന്നുണ്ട്. ശരിക്കും യൂട്ടിലൈസേഷൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു യൂസിന് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ, ഈ ഒരു എമൗണ്ടിന് വാങ്ങുന്ന ഫോണിൽ ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഇതിലുള്ളത്. കുറച്ചും കൂടി കൂടുതലുള്ളത് ശരിക്കും സാംസങ്ങിന്റെ ഫോണുകളിലല്ലേ, അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന മറ്റു ഫോണുകളിലല്ലേ? എനിക്ക് തോന്നുന്നത് ആൻഡ്രോയിഡിന്റെ ഫോണുകളിലാണ് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. ഐ തിങ്ക് സോ. പിന്നെ ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റീസ്, ഒരുപാട് ബിസിനസ്സുകാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ എനിക്ക് ഇങ്ങനെ റെസ്പെക്ട് കിട്ടും, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, കുറെ ഡീലിങ്സ് ഒക്കെ നടക്കുന്നതും ഇത്തരം മെറ്റീരിയൽസ് വെച്ചിട്ടൊക്കെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സിന്റെ ആണ് സ്റ്റാർട്ടിങ് എങ്കിലും ഇപ്പൊ ഞാൻ എഡിറ്റിങ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി വ്ളോഗിലേക്കൊക്കെ മാറിയപ്പോ ഇപ്പൊ നോർമലി ഞാൻ ഒരുപാട് ഫോണുകൾ ഫ്രണ്ട്സിന്റെ അടുത്തും ആൻഡ്രോയിഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെയൊക്കെ ക്യാമറന്റെ ക്ലാരിറ്റി ആൻഡ്രോയിഡിൽ കുറഞ്ഞു വരും. പക്ഷെ ആ സാധനം ഐഫോണിന്റെ കേസിലില്ല. സ്റ്റാർട്ടിങ് എടുത്ത ടൈമിൽ നിന്ന് എങ്ങനെയായിരുന്നോ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഐഫോണിന് പറ്റുന്നുണ്ട്. ഇപ്പം ഒരുവിധം സാംസങ് ഫോണുകൾക്ക് അത് പറ്റുന്നുണ്ട് എന്നാണല്ലോ സ്റ്റഡീസ് വരുന്നത്. അതെനിക്കറിയില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയണത് സത്യത്തില്. ആൻഡ് സാംസങ്ങിന്റെ ഇതില് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സംഭവം നമ്മള് സത്യം പോലെ പറയണല്ലോ. ഗാഡ്ജറ്റ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഇലക്ട്രോണിക്സിന്റെ ഫീൽഡിലോട്ട് ഇറങ്ങുകയാണെങ്കിലും ഇപ്പൊ ദുബായ് വന്നിട്ട് എത്രയായി? ഞാൻ വന്നിട്ടൊരു 8 മാസമായിട്ടുണ്ടാവും. 8 മാസമായിട്ടുണ്ടാവും. ബുർജ് ഖലീഫ എത്ര വട്ടം കണ്ട്? ബുർജ് ഖലീഫ ഒരു ശരിക്കും ഇവിടെ നോക്കിയാലും ബുർജ് ഖലീഫ കാണാൻ പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞത് അതിന്റെ തൊട്ടടുത്ത് പോയിട്ട് ആ വാട്ടറിന്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട് വാട്ടറിലൊക്കെ കണ്ടിട്ട് 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? 2-3 പ്രാവശ്യം കണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് സാംസങ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്റെ ഒരു വിശ്വാസം MR എന്നുള്ളതാണ്. ഈ സാംസങ്ങിന് ഒരുപാട് ഫീൽഡുകളുണ്ട്. ഇപ്പോ ഈ മൊബൈലിന്റെ അത് കൂടാതെ ഇലക്ട്രോണിക്സിന്റെ 1970-ലാണ് ഒരു ഇലക്ട്രോണിക്സിന്റെ പറ്റി. 1938-ലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നൂഡിൽസ് കാര്യങ്ങളൊക്കെ വിറ്റിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയായിരുന്നു സാംസങ്. പിന്നെ ഓരോ ഇയർ കൂടുമ്പോൾ ഓരോ ഫീൽഡിലേക്ക് ഇറങ്ങി 1970 ഇലക്ട്രോണിക്സിന്റെ ഫീൽഡിലോട്ട് വന്ന് പിന്നെ ഗാഡ്ജറ്റ്സിന്റെ ഫീൽഡിൽ അവർ പരാജയമായിരുന്നു. ഒരുപാട് അവർക്ക് പ്രതിസന്ധികൾ നേരിടുന്നു. പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ള സാധനം. അങ്ങനെ അവര് എന്ത് ചെയ്ത് പിന്നെ 2009 ഇൻഡോർമയില് സാംസങ് ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ഫോൺ ഉണ്ടായിരുന്നു. അത് നമ്മളെ കേരളത്തിലൊക്കെ അത്യാവശ്യം നല്ല തരംഗം ഉണ്ടാക്കിയ ഒരു ഫോണാണ്. അവിടുന്ന് അവരങ്ങോട്ട് ശരിക്കും ഒരു ട്രാക്ക് മാറി. ഈ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞാല് സാംസങ് അല്ലേ ശരിക്കും ഇങ്ങനത്തെ ഒരു വേൾഡില് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത്. കാരണം
ഇപ്പൊ നോക്കിയ ആയിരുന്നു പണ്ട് ഏറ്റവും കൂടുതൽ ഭരിച്ചിരുന്നത്. നോക്കിയന്റെ ഫോണിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിക്കാത്ത ക്വാളിറ്റി. അത് പക്ഷെ ഇപ്പൊ പറയല്ലോ നോക്കിയ എവിടെ പട്ടിനറിയാൻ പോലും യൂസ് ചെയ്യുന്ന ഇപ്പൊ വരെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയ എവിടെയെന്നുള്ളൊരു ചോദ്യം എല്ലായിടത്തും ഉണ്ട്. അല്ലാണ്ട് അതിന്റെ ഇടയ്ക്ക് ബ്ലൂബെറി കാര്യങ്ങളൊക്കെ വന്നു. കിട്ടിയത് നോക്കിയ എന്ന് പറഞ്ഞാൽ അന്നൊരു ബ്രാൻഡ് തന്നെയായിരുന്നു. ഇപ്പൊ നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് എവിടെയെന്നുള്ളതുണ്ട്. പക്ഷെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ കൊണ്ടുവന്നപ്പോൾ അതിന് മുന്നോട്ട് നിന്നത് ഏറ്റവും നിന്ന് സാംസങ് തന്നെയാണ്. ഇപ്പോഴും പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത് ഒരു ഇതൊക്കെ സാംസങ് ആണ്. ഡുവൽ സിം ആണെങ്കിലും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഏറ്റവും സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്, സെക്യൂർ ആയിട്ട് കൊണ്ടുവരുന്നത് സാംസങ് ആണ്. ഇപ്പൊ ഐഫോൺ പോലും ഡുവൽ സിം കൊണ്ടുവരുന്ന സമയത്ത് സാംസങ് എത്രയോ മുമ്പ് കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഐഫോൺ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുറച്ചും കൂടി ഇതായിട്ട് കൊണ്ടുവരുന്നത്. ഐഫോണിന്റെ പ്രോബ്ലം ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ അല്ല, പോലെ അത് പല മേഖലകളും കൊണ്ടുവരുന്നത് സാംസങ് സത്യാണ്. ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോ ഞാൻ ഐഫോണിന്റെ ഹേറ്റർ എന്നുള്ളൊരു തോന്നല് വേണ്ട. അല്ല ഇഷ്ടമൊക്കെ നമ്മള് തന്നെയാണ്. ആ പക്ഷെ റിയാലിറ്റിയാണ്. പക്ഷെ ഞാൻ പറയാലോ, പലരും ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇന്റെയൊക്കെ ആ പ്രായത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ മുന്നിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫോൺ എടുക്കുന്നത്. ശരിക്കും അവരെ നീഡ് അനുസരിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇപ്പോ അവർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് ഒരു ഫോൺ എടുക്കുക. ഇപ്പൊ ഗെയിമിംഗ് ഫീൽഡിലുള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ചൊരു ഫോൺ എടുക്കുക, അല്ലെങ്കിൽ എഡിറ്റർ ഫീൽഡ് ആണെങ്കിൽ വീഡിയോഗ്രാഫി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്. നേരെ മറിച്ചെങ്ങാണ്ട് നമുക്ക് ഇതുപോലെ എഴുത്തുകൾ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നവർക്ക് കുറച്ച് അത്യാവശ്യം നേരം ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി ഹെൽത്ത് നോക്കിങ്ങാണ്ട് നല്ലൊരു ഫോൺ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസിങ്ങിനനുസരിച്ച് ഒരു ഫോൺ എടുക്കുന്നില്ല. എന്താണോ അപ്പത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഇപ്പൊ ഒരാള് നമുക്ക് ഇത് രണ്ടും വെച്ച് തന്നിട്ട് ഇതില് ഏതാണ് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അത് അവരുടെ പവർ തന്നെയാണ്. അത് പവർ പവർ തന്നെയാണ്. തന്നെയാണ് അവരുടെ. അത് ശരിക്കും അവരുണ്ടാക്കിയെടുത്ത ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് സോ. പിന്നെ ഓരോ കമ്പനിക്കും ഓരോ സ്ട്രാറ്റജീസ് ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം രണ്ടു കൂട്ടരും ഇറക്കിയത് എനിക്ക് തോന്നുന്നു അത്രയും കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും കൊണ്ടുവന്നില്ല. ജസ്റ്റ് ഈ ഇതിന് വലിയ മാറ്റം വന്നിട്ട് തോന്നിയിട്ടില്ല. 24 മാക്സും 16 Pro Max എനിക്ക് വലിയ മാറ്റം തോന്നിയിട്ടില്ല. 24 അങ്ങനെ തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് യൂസ് ചെയ്യാത്തോണ്ട് കർവ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ അവർ എക്സ്പെൻഡിൽ മറ്റേ ബ്ലൂടൂത്ത് എടുത്ത് ഒഴിവാക്കിയതൊക്കെ ശരിക്കും ഓൾറെഡി ഉള്ള ഒരു സാധനത്തിൽ എന്തിനും എടുത്ത് ഒഴിവാക്കിയത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം എന്നും ബിരിയാണിക്ക് മുട്ട കൊടുക്കുന്ന ആള് അടുത്ത പ്രാവശ്യം പ്രൈസും കൂട്ടിയിട്ട് മുട്ട കൊടുക്കാതെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഇത് വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല. ശരിക്ക് നമ്മളൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാല് ഈ വിവോ ഓപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ ചൈന ഫോൺ എന്നാ പറയാ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ S200 ഉണ്ടെങ്കിൽ ഈ പ്രോ വിവോന്റെ മോനെ ഇതിന്റെ കാട്ടി പവറാണ് അതിന്റെ ക്യാമറയൊക്കെ എജ്ജാതി ക്ലിയറാ. അത് ഇപ്പൊ കുറെ ആൾക്കാർ അതിനെ ചോദിക്കുന്നുണ്ട്. S200 സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനം ആപ്പിള്, പിന്നെ കഴിഞ്ഞ സാംസങ്. പക്ഷെ ഇപ്പൊ ഒപ്പത്തിനൊപ്പം ചോദിക്കുന്ന ഒരു സാധനമാണ് S200. നമ്മള് ഒരുപാട് താഴത്താന്ന് വിചാരിച്ച ഒരു ബ്രാൻഡാണ് അവരുടെ ഏറ്റവും പീക്ക് സാധനം ഇറക്കി. കാരണം കോമ്പറ്റേറ്റീവ്സ് ഇപ്പൊ ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോ ഇവർ രണ്ടുപേരും ഉണ്ടാവില്ല. ചിലപ്പോ നാളെ നത്തിങ് ആവും, അല്ലെങ്കിൽ നാളെ വിവോ ആവും, ഇനി ഓപ്പോ ആവാം. പോക്കോ ഒക്കെ ഉണ്ടാക്കിയ തരംഗം വളരെ ഐക്യു സെറ്റ് സാധനം. അതേപോലെ തന്നെ നമ്മളെ ഇവര് വരുന്നുണ്ട്, ഗൂഗിളിന്റെ തന്നെ പിക്സൽ പുതിയ ഒരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിക്സല് ഒരു ഡിസൈൻ വരുന്നത്, ബാക്കിൽ ഇങ്ങനെ ക്യാമറ വരുന്ന ഒരു ഡിസൈനിലേക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഐഫോൺ ആ ഒരു ഡിസൈനിലേക്ക് മാറാൻ ചാൻസ്, ക്യാമറയൊക്കെ മാറാൻ ചാൻസ്, റീഅറേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഐഫോണിൽ ചിലപ്പോ എന്താ പറയാ, അതായത് ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിപ്പോ എന്താ പറയാ, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടാൻ എല്ലാരും യൂസ് ചെയ്യാൻ തുടങ്ങി. EMI ഓപ്ഷൻ ഒക്കെ എല്ലാരും യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ കുറച്ചു ഹെവി ആയിട്ട് അത് റിച്ച് ആയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു എഡിഷൻ അടുത്തതിൽ ഉണ്ടാവുന്നതാണ്. ഇത് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ അടുത്തൊരു ന്യൂസ് വന്നിട്ടുണ്ട്, ഐഫോണിൽ ഈ ഇത്രയും സെക്യൂരിറ്റി. ഇപ്പൊ പണ്ടൊക്കെ പറയായിരുന്നു ഇതിന്റെ പാസ്വേഡ് പോയി കഴിഞ്ഞാല് ഇളകുന്ന മേശ ഉണ്ടെങ്കിൽ അതിന് തടവായിട്ട് വെക്കാന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഇപ്പൊ അടുത്ത് ഇതിന്റെ സെക്യൂരിറ്റി പോലും ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ അത്രയും ഹാക്കേഴ്സ് വളർന്ന ടെക്നോളജി വേണമെങ്കിൽ അതിനും കൂടി പറയാം. അപ്പൊ പക്ഷെ ഇതിന്റെ എന്റെ കയ്യില് ഇപ്പൊ കൊറേ ഇതുണ്ട്, നമ്മളെ എന്താ പറയാ എഡിറ്റിംഗ് ആപ്പുകള്, പെസ് ഗെയിം, അതേമാതിരി ഓരോ എന്താണ് സോഷ്യൽ മീഡിയകള്, അത് മൊത്തം എന്റെ ഫോണിലുണ്ട്. അപ്പൊ അത്രയൊക്കെ ആ ഫോണില് മുന്നേ ഞാൻ ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്ത ആളാ. പക്ഷെ നമ്മൾ അത്രയൊക്കെ ഒരു ഫോണിലൊരു സാധനം അതിലിപ്പോ അതിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. അതിനനുസരിച്ച് ആപ്പിൾ മാത്രം നമ്മൾ അതിൽ വെച്ച് കഴിഞ്ഞാലും പിന്നെ ഇത്രയും ആപ്പിൾ യൂസ് ചെയ്യുമ്പോഴും എനിക്കൊരു ഹാങ്ങോ ഒരു കാര്യങ്ങളോ ഒന്നും ഒരു തടസ്സം പോലും സത്യത്തിൽ എനിക്ക് ആപ്പിളില് ഫീൽ ചെയ്തിട്ടില്ല. ക്വാളിറ്റി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സുഖം ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് തന്നെയാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ആപ്പിളിലേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഇപ്പൊ തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മളിപ്പോ ഒരു ഫോൺ വാങ്ങിക്കുന്നതിനാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം. പക്ഷെ അത് ശരിക്കും ആപ്പിളിൽ പറ്റുമെന്ന്. അത് നെഗറ്റീവ് സൈഡ് ഒന്നല്ല. ചില സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോ നമുക്ക് ചെയ്യുമ്പോ
നമ്മളിങ്ങനെ ആലോചിക്കും ക്യാപ്കട്ടിന്റെ ഒക്കെ ഒരു മോഡൽ വെർഷൻ യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? ഇതിപ്പോ സത്യം. സാംസങ് എന്നല്ല, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ചിലത് വെർഷൻ വേണം. മോഡൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന Yes. സമയത്ത് ആ സാധനം കിട്ടിയിരുന്നെങ്കിൽ ഇനിയിപ്പോ നമ്മള് അതിനെ പറ്റി നോക്കാണ്. അപ്പൊ നോക്കുമ്പോ iOS സപ്പോർട്ട് അല്ല, ആൻഡ്രോയിഡിൽ സപ്പോർട്ടാണ്, അതിന്റെ ഇപ്പോ ഇത് കിട്ടും. ആരോ ഒരാള് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചെറിയൊരു കാറിന്റെ ഉള്ളില് നമ്മള് കുടുങ്ങിയിരുന്ന് പോകേണ്ട സിറ്റുവേഷൻ ആണ് ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത്. കാരണം നമ്മൾ അതിലേക്ക് അഡ്ജസ്റ്റ് പക്ഷെ അത് ആവുന്ന ഒരു pattern. സമ്മതിച്ചല്ല. അതെത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് അതൊരു status ആണ്. ഐഫോൺ യൂസർ എന്നുള്ള നിലയിൽ അത് സമ്മതിച്ചു തരാൻ സാധിക്കില്ല. അതെങ്ങനെ സമ്മതിക്കുക? ഞാന് അല്ല, ഇത്രയും പൈസ കൊടുത്തിട്ട് അടുത്ത ഫുഡ് കാര്യം കഴിച്ചിട്ട് ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പത്ര കൊണ്ട് സമ്മതിക്കാൻ എനിക്ക് പറ്റില്ല. മറ്റേ റിച്ച് ഹോട്ടലിലൊക്കെ പോയി കണ്ട് കഴിച്ചിട്ട് അറിയും. അത് അങ്ങനെയാണ്, അത് അങ്ങനെ ആ രീതിയിലാണ് കഴിക്കേണ്ടതെന്ന് പറയും. അങ്ങനെ മാത്രമൊന്നുമല്ല, ഇതിപ്പോ ഞാൻ സിമ്പിൾ ആയിട്ട് ഇതെനിക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷെ കല്യാണ മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത് കല്യാണ മാർക്കറ്റ് ആണ് മെയിൻ. കല്യാണ മാർക്കറ്റിൽ ഇപ്പോഴും ഐഫോണിന്റെ ഒരു പ്രാധാന്യം ഉണ്ട്. റീസെയിൽ വാല്യൂ ആണ് ഐഫോണിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ്. ആള് ഒരു അസറ്റ് ആയിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് 7+ എടുത്ത സമയത്ത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നത്. അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്, ഫോൺ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. ഇപ്പോഴും നമ്മള് ഒരാൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്ന് പോലും പഴയത് കൊടുത്തിട്ട് ചെറിയൊരു എമൗണ്ടിന്റെ വ്യത്യാസം പുതിയതിലേക്ക് മാറ്റം വരുമ്പോ ഇതുണ്ടല്ലോ, അതൊരു iOS-ന്റെ ഒരു പവർ തന്നെയാണ്. പക്ഷെ ഇതില് ഇപ്പൊ ഞാൻ കാണുന്നത് വെച്ചാൽ ഇനി ഒരു 5 വർഷം കഴിയുമ്പോ ഇവരെയൊക്കെ തട്ടി മാറ്റിയിട്ട് വിവോ പോലത്തെ അല്ലെങ്കിൽ ഐക്യു പോലത്തെ ബ്രാൻഡ്സ് മുമ്പിലേക്ക് വരുന്നാണ് ഞാൻ വിശ്വസിക്കണേ. മിക്കവാറും പിക്സലൊക്കെ ഒന്നും കൂടി ഈ ഐഫോണിന്റെ ലെവലിലേക്ക് അഫോർഡബിൾ ആയാൽ മതി എന്തായാലും. അഫോർഡബിൾ ആയിരിക്കും, ഐ തിങ്ക് സോ. കാരണം കുറച്ചും കൂടി അഫോർഡബിൾ ആവുന്നതിലാണല്ലോ കാര്യം. അത്രേ ഉള്ളൂ. നമുക്ക് നമ്മളെ പർപ്പസ് അനുസരിച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം ശരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, കുറഞ്ഞ പൈസ കൂടുതൽ കാര്യങ്ങൾ. അത് തീർച്ചയായിട്ടും നാടിന്റെ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്ന കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ പറയാം. താങ്ക് യു.